വരവറിയിച്ച് വടക്കൻ മലബാറിൽ ഓണപ്പൊട്ടന്മാർ വീടുകളിൽ സന്ദർശനം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിവിധ മേഖലകളിലാണ് മാവേലിയുടെ പ്രതിരൂപമായ ഓണപ്പൊട്ടന്മാർ വീടുകൾ കയറുക. ആ കാഴ്ച കാണാം. ഓണത്തിന് പ്രജകളെ കണ്ട് ക്ഷേമം തിരക്കാനും അനുഗ്രഹിക്കാനും മാവേലിയുടെ പ്രതിരൂപമായ ഓണപ്പൊട്ടൻ ചായില്യവും മനയോലയും കൺമഷി കൊണ്ടും മുഖത്ത് ചായമെഴുതി കടും നിറത്തിലുള്ള വേഷം ധരിച്ച് താടിയും മുടിയും കിരീടവും വച്ച് മണിയിലുക്കി വീടുകളിലെത്തിയപ്പോൾ ആവേശപൂർവ്വമാണ് വിശ്വാസികൾ വരവേറ്റത്. തുടർന്ന് അരിയും പണവും മുണ്ടും ദക്ഷിണ നൽകി ഓണപ്പൊട്ടനെ യാത്രയാക്കി. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരം, കണ്ണൂർ ജില്ലയിലെ ചില ഭാഗങ്ങളിലുമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും ഓണപ്പൊട്ടന്മാർ ഇറങ്ങുക. കുറ്റ്യാടിയിലെ പന്തീരടി തറവാട്ടിലും കപ്പേക്കാട് തറവാട്ടിലും ഒരുമിച്ചെത്തുന്ന ഓണപ്പൊട്ടന്മാർ പിന്നീട് പല വഴിക്ക് തിരിഞ്ഞ് വീടുകൾ സന്ദർശിക്കും. മലയ സമുദായത്തിൽപ്പെട്ടവരാണ് ഓണപ്പൊട്ടൻ വേഷം കെട്ടുക. ഇതിനായി വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കണം. ഞാനിത് കെട്ടിച്ചെന്നാൽ മുണ്ടും പൈസ എഴുതിയിടുന്നത് ഞാളെ പ്രോത്സാഹിപ്പിക്കും. അല്ല ഞാൻ ഇത് നിൽക്കുമോ? മൂന്നാം ഓണത്തിന് ആള് ഓണം ആഘോഷിക്കുക. അതായത് ഉത്രാടം തിരുവോണത്തിന് ഓണപ്പട്ടം കെട്ടിപ്പോയിക്ക് പിന്നെ മൂന്നാം ഓണം അന്നാണ് ആഘോഷിക്കുന്നത്. എല്ലാ വീട്ടിലും പോയി പ്രജകളെല്ലാം കണ്ട് അനുഗ്രഹം കൊടുക്കും. വേഷവിധാനങ്ങൾ പൂർത്തിയായി താടിയും മുടിയും കിരീടവും വെച്ചു കഴിഞ്ഞാൽ വീട് സന്ദർശനം പൂർത്തിയാകുന്നതുവരെ ഓണപ്പൊട്ടന്മാർ മിണ്ടാറില്ല. വർഷത്തിലൊരിക്കൽ മാത്രം പ്രജകളെ കാണാൻ അനുവാദം ലഭിച്ച മാവേലിക്ക് മിണ്ടാൻ അനുവാദമില്ല എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് വായ മറച്ച് താടി വെച്ചിട്ടുള്ളത്. ഇനി 2 ദിവസം ഓണപ്പൊട്ടന്മാർ നാട്ടുവഴികളിലൂടെ സഞ്ചരിച്ച് വീടുകൾ കയറും. മൂന്നാം ഓണമായ അവിട്ടത്തിനാണ് ഓണപ്പൊട്ടന്മാരുടെ ഓണാഘോഷം. എല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള ആവേശത്തിലാണ്, അതിൻ്റെ വരവേൽപ്പിലാണ്, അതായത് ആ ഒരുക്കത്തിലാണുള്ളത്. ഓണപ്പൊട്ടന്മാർക്കും ഗംഭീര വരവേൽപ്പാണ് ഇവിടുത്തെ നാട്ടുകാരും നൽകുന്നത്. ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം.